കഴിഞ്ഞ ട്രൂ ക്രൈം വീഡിയോയിൽ 600 പുരുഷന്മാരെ കൊല്ലാനായി വിഷക്കൂട്ട് തയ്യാറാക്കിയ ഒരു സ്ത്രീയുടെ കഥയാണ് പറഞ്ഞത്. സാധാരണ യുദ്ധത്തിലും വിപ്ലവങ്ങളിലും അപകടം നിറഞ്ഞ തൊഴിൽ സന്ദർഭത്തിലും മാസായി മരണപ്പെടുന്ന പുരുഷന്മാരുടെ കഥകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത്. ഇന്ന് യുദ്ധങ്ങളോ വിപ്ലവങ്ങളോ ആയി ഒരു ബന്ധവും ഇല്ലാതെ വധിക്കപ്പെട്ട കുറച്ച് സ്ത്രീകളുടെ കഥയാണ്. ഏതാണ്ട് 60,000 സ്ത്രീകളുടെ കഥ. ദിസ് ഈസ് ദി ഡാർക്ക് ഹിസ്റ്ററി ഓഫ് വിച്ച് ഹണ്ടിങ്സ്. എന്താ ഈ വിച്ച്? 4 അർത്ഥങ്ങളാണ് പ്രധാനമായും ഈ വാക്കിനുള്ളത്. ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ അമാനുഷിക ശക്തി ഉപയോഗിക്കുന്ന സ്ത്രീകൾ. ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന പോളിയത്തിസ്റ്റിക് മതങ്ങൾ, എസ്പെഷ്യലി പ്രകൃതിയെയും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയും ആരാധിച്ചിരുന്ന നിയോ പേഗൻ വിശ്വാസികൾ. ചുക്കിച്ചുളിഞ്ഞ സ്കിന്നുള്ള വയസ്സായ സ്ത്രീ. വളരെ എളുപ്പത്തിൽ പുരുഷന്മാരിൽ നിന്നും ആകർഷണം കിട്ടുന്ന തരം അറ്റയറും കോൺഫിഡൻസും ഒക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സ്ത്രീകൾ. ഇതാണ് വിച്ച് എന്ന വാക്കിന്റെ 4 പ്രധാന ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷൻസിൽ നിന്ന് തന്നെ മനസ്സിലാവും ദിസ് ഈസ് ടാർഗറ്റിംഗ് വിമൻ. ബട്ട് സിൻസ് വെൻ? വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ മന്ത്രവാദം പുരാതന മെസപ്പൊട്ടോമിയ മുതൽ തന്നെ ഉണ്ട്. പക്ഷേ സ്ത്രീകളെ കൂടുതലായും ടാർഗറ്റ് ചെയ്യുന്ന വിച്ച് ക്രാഫ്റ്റ് മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലാണ് പോപ്പുലർ ആവുന്നത്. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പ്രധാന റീസൺ ഈസ് അവിടെ പോപ്പുലറായ മതം. ഈ സമൂഹത്തിൽ മതവിശ്വാസം കൂടി വന്നപ്പോൾ മനുഷ്യജീവിതത്തിൽ നടക്കുന്ന സന്തോഷം, സമാധാനം, നല്ല ആരോഗ്യം, നല്ല കൃഷിയിലെ വിളവ്, ഇവയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി പലരും കണ്ട് ദൈവത്തെ ആരാധിച്ചു പോന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ എക്സാക്ട് ഓപ്പോസിറ്റും അസുഖങ്ങളുണ്ടാവാം, സങ്കടം വരാം, ദേഷ്യം വരാം, വേണ്ടപ്പെട്ടവരുടെ മരണം, കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾ കാരണം കൃഷിനാശം. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടം വരുത്തുന്നതും വേദന ഉണ്ടാക്കുന്നതും ആയതുകൊണ്ട് ഇവയൊക്കെ ദൈവത്തിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റായ പൈശാചികതയ്ക്ക് കൊടുത്തു. 1000 BCEക്കും 500 BCEക്കും ഇടയിൽ എഴുതപ്പെട്ട ഹീബ്രു ബൈബിളിൽ തുടങ്ങി പല മതഗ്രന്ഥങ്ങളിലും ഈ പറഞ്ഞ പൈശാചികത പേഗൻ ചടങ്ങുകളുമായി ബന്ധപ്പെടുത്താൻ ആരംഭിച്ചു. അവിടെ തുടങ്ങി 4-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ മതപണ്ഡിതന്മാർ, മതപുരോഹിതന്മാരൊക്കെ സ്ത്രീകളെ പ്രലോഭനങ്ങളും ആത്മീയ വീഴ്ചയ്ക്കും ഈസിലി വഴങ്ങപ്പെടുന്നവരായി ചിത്രീകരിക്കാൻ തുടങ്ങി. അതിനവരെ സഹായിക്കാനായി പലപ്പോഴും ഉദാഹരണമായി തിരഞ്ഞെടുത്തത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ഹവ്വയുടെ കഥയായിരുന്നു. ഇപ്പോഴും സ്ത്രീ എന്ന വർഗത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എക്സാമ്പിളായി എടുക്കുന്നത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ്. ദാറ്റ് സ്റ്റോറി ഈസ് ക്വൈറ്റ് ഇൻഫ്ലുവൻഷ്യൽ. അതുകൂടാതെ പിന്നീട് സ്ത്രീകളെ മന്ത്രവാദികളായി അക്യൂസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പുസ്തകമായിരുന്നു 1487 ഹെൻറിച്ച് ക്രേമർ എഴുതിയ ദ മാലിയസ് മാലിഫിക്കറം ഓർ ദി ഹാമർ ഓഫ് വിച്ചസ്. 3 ഭാഗങ്ങളായാണ് ഈ പുസ്തകത്തെ വിഭജിച്ചിട്ടുള്ളത്. 1-ാം ഭാഗത്തിൽ വിച്ചുകളും അവരുടെ പ്രവർത്തികളും ദൈവത്തിനും ചർച്ചിനും എതിരായിരുന്നുവെന്നും ബൈബിളിലെയും മറ്റ് വാചകങ്ങളും ഈവിൻ്റെ കഥയും ഉദാഹരണങ്ങളാക്കി സ്ത്രീകൾക്കാണ് ആത്മീയത കുറവും അതുകൊണ്ട് മോറലി പിശാചുമായി ബന്ധം പുലർത്തി അമാനുഷികത കൈവരിക്കാൻ സാധ്യത കൂടുതലെന്ന തരത്തിൽ വിച്ചുകളുടെ എക്സിസ്റ്റൻസിന് തിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവന്നു. 2-ാം ഭാഗത്തിൽ വിച്ചുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നും 3-ാം ഭാഗത്തിൽ വിച്ചുകളെ എങ്ങനെ ശിക്ഷിക്കാമെന്നും ഇയാൾ എഴുതി. യൂറോപ്പിൽ നടന്ന മാസായിട്ടുള്ള വിച്ച് ട്രയൽസിനും എക്സിക്യൂഷൻസിനും ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ പുസ്തകമായിരുന്നു. ആദ്യത്തെ ഫോമലായ ഒരു വിച്ച് ട്രയൽ നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഒരു ഗ്രാമത്തിലാണ്. ലെറ്റ്സ് ട്രാവൽ ത്രൂ ദ ടൈം ആൻഡ് സീ ഹൗ ഇറ്റ് വർക്ക്ഡ്. 15-ാം നൂറ്റാണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങളുള്ളവർ ഉന്നത സ്ഥാനത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഇവരുടെ വിശ്വാസത്തിന് വിപരീതമായതിനെ എന്തും, അതിപ്പോൾ മനുഷ്യൻ്റെ നിറവായാലും ചികിത്സാരീതി ആയാലും ശാസ്ത്രമായാലും അംഗീകരിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു സമൂഹമായിരുന്നു. സാധാരണ കാലക്രമേണ ഉണ്ടാകുന്ന രോഗങ്ങളും കൃഷിനാശവും കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതും പ്രകൃതി ദുരന്തങ്ങളും പിശാചിൻ്റെ പ്രവൃത്തിയായി ഈ സമൂഹത്തിലുള്ളവർ വിശ്വസിച്ചു. പിശാചിനെ കൂട്ടുപിടിച്ച് നാടിനെ നശിപ്പിക്കാൻ നോക്കുന്നവരെ ഇവർ അന്വേഷിച്ചു. മതപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ഉണ്ടായ വ്യത്യാസങ്ങൾ ഈ വിച്ചുകളെ കണ്ടെത്തുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം മന്ത്രവാദം ചെയ്യുന്നവരായി ഇവർ കരുതിയ പ്രൈമറി സസ്പെക്റ്റുകളായിരുന്നു: 1 സ്ത്രീകൾ, ബിക്കോസ് ഓഫ് ഓൾ ദ ബുക്സ് ആൻഡ് സ്റ്റോറീസ്. 2 പേഗൻ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവർ. 3 ചെറിയ രീതിയിൽ ഇലകൾ ഉപയോഗിച്ച് മരുന്നും തൈലവും ഒക്കെ ഉണ്ടാക്കി രോഗം മാറ്റാൻ ചികിത്സ ചെയ്യുന്ന സ്ത്രീകൾ. 4 മിഡ്വൈഫ്സ്.
ഗർഭിണികളായ സ്ത്രീകളെ പരിചരിക്കാൻ നിൽക്കുന്നവരായിരുന്നു ഈ മിഡ്വൈഫ്സ്. പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷ അവയിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു ഈ മിഡ്വൈഫ്സ്. പിന്നെ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, ഭർത്താവ് മരിച്ചതിന് ശേഷം സന്തോഷമായിട്ട് ജീവിക്കുന്ന വിഡോസ്, പിന്നെ ഓഫ്കോഴ്സ് മൈനോറിറ്റീസ്. ഇവരൊക്കെയായിരുന്നു വിച്ചുകളാകാമെന്ന് പ്രൈമറി സസ്പെക്റ്റുകളായ സ്ത്രീകൾ. അങ്ങനെ എന്തിനും ഏതിനും സ്ത്രീകളെ വിച്ചുകളാക്കി മാറ്റുന്ന കാലമായിരുന്നു. ഇനി ഈ പറഞ്ഞ സസ്പെക്റ്റുകൾ ശരിക്കും വിച്ചുകളാണോ എന്ന് അറിയാനായിട്ട് കുറച്ച് ഐഡന്റിഫിക്കേഷൻ മെത്തേഡുകളും ഉണ്ടായിരുന്നു. ഈ പറയുന്ന സസ്പെക്റ്റുകൾക്ക് ശരീരത്തിൽ മറുകോ ബർത്ത് മാർക്കോ സ്കിന്നിൽ രൂപപ്പെടുന്ന എന്തെങ്കിലും പാടുകളോ ഉണ്ടെങ്കിൽ അവർ വിച്ചുകളാണെന്ന് ഉറപ്പിച്ചു. പിന്നെ അതുകൂടാതെ ചില ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. ഒന്ന്, റിസൈറ്റിംഗ് പ്രേയേഴ്സ്. ഏതെങ്കിലും മതപുസ്തകം കൈ കൊടുത്തിട്ട് പ്രേയേഴ്സ് ഏതെങ്കിലും വായിക്കാൻ പറയും. ആ പ്രേയർ വായിക്കുന്ന സമയത്ത് വിക്കുകയോ ചുമക്കുകയോ തുമ്മുകയോ ഏതെങ്കിലും അക്ഷരം തെറ്റിപ്പോവുകയോ ചെയ്താൽ വിച്ചാണെന്ന് ഉറപ്പിക്കും. പിന്നെ പ്രിക്കിംഗ് ടെസ്റ്റ്. സൂചി കൊണ്ട് ശരീരത്തിൽ കുത്തുന്ന ഭാഗത്ത് നിന്ന് ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ വിച്ചല്ല, ചോര പൊടിഞ്ഞില്ലെങ്കിൽ വിച്ചാണ്. സ്വിമ്മിംഗ് ടെസ്റ്റ്. മന്ത്രവാദിനികളെന്ന് സംശയിക്കപ്പെടുന്ന സ്ത്രീകളുടെ കൈകാലുകൾ കെട്ടി വെള്ളത്തിലോട്ട് അങ്ങെടുത്തിടും. വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു കഴിഞ്ഞാൽ വിച്ചാണ്, താന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിച്ചല്ല, സാധാരണ സ്ത്രീയാണ്. ആഴമുള്ള വെള്ളത്തിലാണോ ഇടുന്നത്, ആഴം ഇല്ലാത്ത വെള്ളത്തിലാണോ ഇടുന്നത് എന്നുള്ളതനുസരിച്ച് റിസൾട്ടുകൾ മാറിക്കൊണ്ടേയിരുന്നു. ആഴമുള്ള വെള്ളത്തിലിടുന്ന സ്ത്രീകളെല്ലാം മുങ്ങിപ്പോയി, പക്ഷേ ഇന്നസെൻ്റ് ആണെന്ന വിധി എഴുതുന്നതിന് മുമ്പ് മുങ്ങി മരിച്ചിട്ടുണ്ടാവും. ഇനി ഇതും പോരാത്തോണ്ട് വിച്ചാണെന്ന് സ്വയമേ പറയിക്കാൻ വേണ്ടി കുറച്ച് ടോർച്ചറിങ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. റാക്ക്. ഈ റാക്ക് എന്ന് പറയുന്ന ഡിവൈസ് ശരീരത്തിനെ മുഴുവനായും വലിച്ചിങ്ങനെ നീട്ടും. ഇങ്ങനെ വലിച്ചു നീട്ടുന്ന സമയത്ത് സ്ത്രീകളോട് ചോദിക്കും, നീ വിച്ചല്ലേ? വിച്ചാണെന്ന് സമ്മതിക്കുന്നത് വരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. തം സ്ക്രൂ. കൈവിരലുകളെയും കാൽവിരലുകളെയും ചതയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. സ്ട്രാപ്പഡും. സ്ത്രീകളുടെ കൈ പുറകിൽ കെട്ടി കയ്യിൽ തൂക്കിയിടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡേഴ്സ് അങ്ങ് ഡിസ്ലൊക്കേറ്റ് ആയിപ്പോവും. അങ്ങനെ തൂക്കി നിർത്തിയിട്ട് ചോദിക്കും, വിച്ചല്ലേ എന്ന്. ആണെന്ന് പറയുന്നത് വരെ തൂക്കി നിർത്തും. ഇങ്ങനെ ഈ ടെസ്റ്റുകൾ വഴിയോ ടോർച്ചർ ചെയ്ത് കൊടുക്കുന്ന കൺഫെഷൻസ് വഴിയോ വിച്ചാണെന്ന് പ്രൂവ് ചെയ്യുന്ന സ്ത്രീകളെ പണിഷ് ചെയ്യും. ചിലപ്പോൾ പബ്ലിക്ലി ഷെയിം ചെയ്യിക്കുകയായിരിക്കും, ചിലപ്പോൾ ജയിലിൽ കൊണ്ടിടുകയായിരിക്കും, അല്ലെങ്കിൽ അങ്ങ് കൊന്നുകളയും. ഏറ്റവും കൂടുതലായും വിച്ചുകളെ കൊന്നിട്ടുള്ളത് 2 രീതികളിലാണ്. കാത്തലിക് വിശ്വാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ജീവനോടെ ചുട്ടുകൊല്ലും. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ തൂക്കിക്കൊല്ലും. ഇതായിരുന്നു ഹോൾ പ്രോസസ്സ്, കണ്ടുപിടിക്കുന്നത് തൊട്ട് കൊല്ലുന്നത് വരെ. ഇനി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മേജറായി നടന്ന സ്ഥലങ്ങൾ പറയാം. നമ്പർ 1 യൂറോപ്പിൽ തന്നെയായിരുന്നു. ജർമ്മനി, സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, സ്കാൻഡിനേവിയ. ഇവിടെയൊക്കെ മതവിശ്വാസം കൂടുന്നതിനനുസരിച്ചിട്ട് വിച്ച് ഹൺസും കൂടി, വിച്ച് എക്സിക്യൂഷൻസും കൂടി. പിന്നെ കൊളോണിയൽ അമേരിക്ക. അവിടുത്തെ ഫേമസ് ആണ് നമ്മുടെ സേലം വിച്ച് ട്രയൽസ്. ഇത്രയും വലിയ തോതിലല്ലെങ്കിലും ആഫ്രിക്കയിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളെ വിച്ചുകളായി സംശയിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തൊട്ട് ഈ പ്രസന്റ് ടൈം വരയ്ക്കും 1,00,000-നും 1,50,000-നും ഇടയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളാണ് വിച്ച് ക്രാഫ്റ്റിലുള്ളത്. 14 തൊട്ട് 16-ാം നൂറ്റാണ്ട് വരെയുള്ള 300 വർഷത്തിലായിരുന്നു ഈ പറഞ്ഞ പ്രവർത്തികൾ കൂടുതലായും നടന്നിട്ടുള്ളത്. അതിനു മുമ്പും അതിന് ശേഷവും ഈയൊരു റേറ്റിൽ വിച്ച് കില്ലിങ്സ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ദിസ് വാസ് വൺ ഓഫ് ദി ഡാർക്കസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. ഇങ്ങനൊരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാവാൻ പല കാരണങ്ങൾ അന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ്, മെയിൽ ഡോമിനൻ്റായ സൊസൈറ്റി, എക്സെട്ര എക്സെട്ര. ബട്ട് എബവ് ഓൾ ഇതൊരു ടൈപ്പ് ഓഫ് ഭീഷണിയായിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ജെൻഡർ റൂൾസ് ആയ കുക്കിംഗ്, ക്ലീനിങ്, പ്രസവം, കുട്ടികളെ നോക്കുക ഇവയിലൊക്കെ മാത്രം ഒതുങ്ങിയാൽ മതി. ഇതിൽ നിന്നും മാറി ചിന്തിച്ചാൽ ഈ ശിക്ഷിക്കപ്പെട്ട വിച്ചുകളുടെ അതേ അവസ്ഥയായിരിക്കാം എന്ന ഭീഷണി. പക്ഷെ പതിയെ പതിയെ സൊസൈറ്റി മാറി. ഈ ഒരു 300 വർഷത്തിന് ശേഷം 17-18-ാം നൂറ്റാണ്ടായപ്പോൾ ആധുനിക യുഗം ആരംഭിച്ചു. പലരും ടാക്റ്റിക്കലായും അതല്ലാതെ വിപ്ലവങ്ങളിലൂടെയും മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ശാസ്ത്രമേഖല, സാങ്കേതികത, ആശയവിനിമയം, യാത്രാ സൗകര്യം, മനുഷ്യാവകാശം ഇവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായി മാറി. നേരത്തെ പൈശാചികതയായി കണ്ട രോഗം, കാലാവസ്ഥാ വ്യതിയാനം, കൃഷിനാശം ഇവയൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളും അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളും കണ്ടുപിടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം സമൂഹത്തിലുണ്ടായി. അങ്ങനെ ആസ് ദ സൊസൈറ്റി പ്രോഗ്രസ്ഡ് വിച്ച് കില്ലിങ്സ് പതിയെ കുറഞ്ഞു വന്നു. വിവരം കൂടുന്നതിനനുസരിച്ച്
നിയമങ്ങൾ ശക്തമാവാൻ തുടങ്ങി. ഇപ്പോൾ വിച്ചാണ് എന്ന സംശയത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും ചുട്ടുകൊല്ലുകയോ തൂക്കിക്കൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊലക്കുറ്റത്തിന് കേസെടുക്കും. അത്രയ്ക്കും പ്രോഗ്രസ്ഡായി ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി. പക്ഷെ എന്നിരുന്നാലും വിദ്യാഭ്യാസം ശരിക്കും കിട്ടാത്ത, വിശ്വാസങ്ങളിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന പല കമ്മ്യൂണിറ്റികളിലും ഇപ്പോഴും ഈ വിശ്വാസങ്ങളുണ്ട്, വേർതിരിവുകളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ഐ തിങ്ക് ഇതുപോലുള്ള ഡാർക്ക് ഹിസ്റ്ററീസ് എല്ലാവരും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസങ്ങളുടെ പേരിൽ ഇനി ഇതുപോലൊരു ഡാർക്ക് ഏജ് ഉണ്ടാകാതെ ഇരിക്കുകയുള്ളൂ.